സുയികെ ഇങ്ങനെ ഷാജിൻഷിയെ വിവാഹത്തിലൂടെ ഇവിടെ ട്രാപ്പിലാക്കുന്നത് തടയാൻ പ്രൈം മിനിസ്റ്റർ കുറേ മന്ത്രിമാരെ കൊണ്ടൊക്കെ സുയികയുടെ അധികാരം എല്ലാം എടുത്തു കളയിക്കണമെന്ന് ആവശ്യപ്പെട്ട് രാജാവിന് നിവേദനം നൽകിയിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഈ ഒരു കാര്യം മാത്രം ആവശ്യപ്പെട്ട് 18 നിവേദനങ്ങളാണ് രാജാവിന് മുന്നിലെത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിരുന്നു രാജാവ് അവനെ വിളിപ്പിച്ചത്. അവൻ എത്തുന്നതിന് മുമ്പ് തന്നെ മന്ത്രിമാരെല്ലാം എത്തി അവനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് രാജാവിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ വന്നപ്പോഴും ഇതേ ആവശ്യം തന്നെ പ്രൈം മിനിസ്റ്ററും മറ്റു പലരും മുന്നോട്ട് വന്ന് പറയുന്നുണ്ട്. ഈ സമയത്താണ് ജീഷൂലെ രാജാവിൻ്റെ മറുപടി അവിടെ കിട്ടുന്നത്. വിവാഹം ഇവർ പറഞ്ഞ രീതിയിൽ തന്നെ നടത്താൻ സമ്മതിച്ചുകൊണ്ടുള്ള മറുപടി ആയിരുന്നല്ലോ രാജാവ് അയച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മന്ത്രിമാർക്കും അത് കേട്ട് കഴിഞ്ഞപ്പോൾ തൽക്കാലം വായടക്കേണ്ടി വരുന്നുണ്ട്. ഈ വിവരം പെട്ടെന്ന് തന്നെ ജനങ്ങൾക്കിടയിൽ സ്പ്രെഡാവുന്നു. അങ്ങനെ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് നിംഫെയ് ഷാജിൻഷിയുടെ അടുത്ത് എത്തുന്നുണ്ട്. വീറാനും അവിടെ നിൽപ്പുണ്ട്. വീറാൻ പറഞ്ഞറിഞ്ഞ് ഷാജിൻഷിയും ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞിരുന്നു. അന്ന് രാത്രി തന്നെ ഇക്ഷ്യാവോയെയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് നിംഫെയ് പറയുന്നുണ്ടെങ്കിലും ബാക്കി രണ്ടുപേരും അതിനെ എതിർക്കുന്നു. ഷാജിങ്യാൻ ഇതിന് സമ്മതം പറഞ്ഞതിനാൽ തങ്ങൾ അവിടെ നിന്ന് പോവുകയാണെങ്കിൽ അത് രാജകൽപ്പന ധിക്കരിക്കുന്നത് പോലെ ആവും. പിന്നെ ഇക്ഷ്യാവോയുടെ സ്ഥലത്ത് തങ്ങൾ ഇങ്ങനെ അവളെയും കൊണ്ട് പോയാലോ എന്ന് കരുതി സുയിക്ക് ഓൾറെഡി കാവൽക്കാരെ ഏർപ്പെടുത്തിയിട്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് സക്സസ് ആവാൻ ഒട്ടും സാധ്യതയില്ല. തൽക്കാലം വിവാഹം മുമ്പ് തീരുമാനിച്ചതുപോലെ തന്നെ നടക്കട്ടെ എന്നാണ് ഷാജിൻഷി ഇപ്പോഴും പറയുന്നത്. പിന്നെ ഇക്ഷ്യാവോയുടെ പ്രൊട്ടക്ഷന് വേണ്ടി തൽക്കാലം അവർ രണ്ടുപേരും അവളുടെ അടുത്തേക്ക് പോയിക്കോളാനും അവൻ പറയുന്നു. അവനൊന്ന് ആ സത്രത്തിൽ നിന്ന് മാറാൻ പറ്റില്ല, അതുകൊണ്ടാണ് അവരെ അവൻ പറഞ്ഞയക്കുന്നത്. സുയിക ശരിക്കും അവൻ താമസിക്കുന്ന ഈ സത്രത്തിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ ന്യൂസ് അറിഞ്ഞു കഴിയുമ്പോൾ അവൻ ഇന്ന് രാത്രി തന്നെ സഹായം ചോദിച്ച് ഇവിടുത്തെ ആ സ്പൈയെ മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് സുയിക ഊഹിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അവൻ ഈ വെയിറ്റ് ചെയ്യുന്നത്. അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഷാജിൻഷി തനിച്ച് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇക്ഷ്യാവോയുടെ റൂമിനടുത്തായി അവളെ കൊല്ലാനായി രാജ്ഞിയച്ച ജനറൽ എത്തുന്നു. ആദ്യം അയാൾ മുറിക്കുള്ളിലേക്ക് അവളെ മയക്കാനായിട്ടൊരു പുക കടത്തിവിടുന്നുണ്ട്. പക്ഷെ അവൾക്ക് അതിൻ്റെ സ്മെല്ല് വന്നപ്പോൾ തന്നെ കാര്യം മനസ്സിലായി പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ അയാളുമായിട്ട് ഫൈറ്റ് ആവുന്നുണ്ട്. ഷുയേങ്ങിനെയും അവൾ ഉറക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഷുയേങ് അങ്ങോട്ടേക്ക് വന്ന് അവൾക്കൊരു ആയുധം നൽകുന്നു. അങ്ങനെയാണ് ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോഴേക്കും വീറാനും നിംഫയും അവളുടെ സഹായത്തിനായിട്ട് എത്തുന്നു. അതോടെ ആ ജനറൽ ഓടി രക്ഷപ്പെടുന്നുണ്ട്. അവർ 3 പേരും അയാൾക്ക് പിന്നാലെ പോകുന്നു. സുയികെ ഷാജിൻഷി അറിയാതെ അവനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ആരോ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഷാജിൻഷിക്ക് വൈകാതെ തന്നെ മനസ്സിലാവുന്നുണ്ട്. അവൻ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇത്രയും നാൾ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും അവനെ സഹായിക്കുന്നത് എന്നായിരുന്നല്ലോ സുയികയുടെയൊക്കെ സംശയം. പക്ഷേ ഇപ്പോൾ യുദ്ധത്തിന് മുമ്പ് ഇവിടെ നിന്നുള്ള ഏതോ ഒരു കച്ചവടക്കാരൻ ഷാജിൻഷിയെ മീറ്റ് ചെയ്തൊരു റിപ്പോർട്ട് നൽകിയിരുന്നു എന്ന് ഇക്ഷ്യാവോ പറഞ്ഞറിഞ്ഞതുകൊണ്ട് പ്രൈം മിനിസ്റ്റർ അല്ല അവൻ്റെ സഹായി എന്ന് സുയികയ്ക്ക് ബോധ്യമായിരിക്കുന്നു. പിന്നെ ആരാണ് അവനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനാണ് ഈ വന്നിരിക്കുന്നത്. പക്ഷെ അവൻ അകത്തേക്ക് പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇക്ഷ്യാവോയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതായി അറിയിക്കുന്നതിനാൽ ഷാജിൻഷിയെ ഫോളോ ചെയ്യാനായിട്ട് ഷുഗയെയും ഹുയുവിനെയും ഏൽപ്പിച്ചിട്ട് യുൻഫാങ്ങിനെയും കൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അക്രമിയെ ഫോളോ ചെയ്ത ഇക്ഷ്യാവോയും ബാക്കി രണ്ടുപേരും ഇടയ്ക്ക് വെച്ച് 2 വഴിക്ക് പിരിഞ്ഞ് തിരച്ചിൽ തുടർന്നു. വീറാൻ ഇക്ഷ്യാവോയുടെ പ്രൊട്ടക്ഷന് വേണ്ടി അവളുടെ കൂടെ തന്നെയാണ് പോയത്. നിംഫെയ് തനിച്ചുമാണ് പോയത്. ആദ്യം ആ അക്രമിയുടെ മുന്നിൽ എത്തിപ്പെടുന്നത് നിംഫെയ് ആണ്. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ആവുന്നു. 2 പേർക്കും പരിക്കേൽക്കുന്നുണ്ടെങ്കിലും നിംഫെയ് അയാളെ കീഴടക്കുന്നു. പക്ഷെ ആ സമയത്ത് ആരോ ഒരാൾ ഒളിയം പെയ്ത് അവനെ ഒന്ന് വീഴ്ത്തുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ ആ ക്രിമിനൽ ഓടി രക്ഷപ്പെടുന്നു. അമ്പേറ്റൊന്നും അത്ര കാര്യമാക്കാതെ നിംഫെയ് അത് വലിച്ചൂരി കളയുന്നുണ്ട്. ഇക്ഷ്യാവോയും വീറാനും ഒരുമിച്ചാണല്ലോ പോയത്. ഈ രാജ്യത്ത് അവൾക്ക് ശത്രുക്കൾ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. പിന്നെ ആരായിരിക്കും അവളെ കൊല്ലാൻ ശ്രമിക്കുന്നത്? അവൾ എന്തെങ്കിലും തങ്ങളുടെ അടുത്ത് നിന്ന് ഒളിപ്പിക്കുന്നുണ്ടോ എന്ന് വീറാൻ ഇടയ്ക്ക് അവളോട് ചോദിക്കുന്നു. എല്ലാം ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞാനല്ല നിങ്ങളാണെന്ന് പറഞ്ഞ് ഇക്ഷ്യാവോ അവനെ നേരെ തിരിയുന്നുണ്ട്. അതോടെ അവൾക്ക് ഓർമ്മകൾ തിരികെ കിട്ടി കാണണം എന്ന് ഊഹിച്ച് വീറാൻ അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവളെ കുത്തുന്നു. ഇക്ഷ്യാവോ ആകെ ഷോക്കായി പോകുന്നുണ്ട്. സ്വന്തം സഹോദരനെ പോലെ കണ്ട അവൻ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് അവളെ ശരിക്കും വിഷമിപ്പിക്കുന്നു. നിനക്കിതിനെ എങ്ങനെ കഴിഞ്ഞു? ഷാജിൻഷിയുടെ എന്തോ രഹസ്യം മറച്ചു വയ്ക്കാൻ വേണ്ടി എന്നെ കൊല്ലാനായിട്ട് അവൻ ശ്രമിച്ചു. പക്ഷേ നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നതല്ല എന്നൊക്കെ അവൾ വിഷമത്തോടെ പറയുന്നുണ്ട്. എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. എനിക്ക് ചെയ്തു തീർക്കാനുള്ളതൊക്കെ ചെയ്ത് തീർത്തിട്ട് ഞാനും നിൻ്റെ പിന്നാലെ മരണത്തിന് കീഴടങ്ങിക്കോളാം. അടുത്ത ജന്മത്തിൽ ഞാൻ ഈ കടം വീട്ടിക്കോളാം എന്നൊക്കെ അവൻ പറയുന്നു. അതിനുശേഷം ആ കത്തി വലിച്ചൂരിയപ്പോഴാണ് അവൾക്ക് ആ കുത്ത് ശരിക്കും കൊണ്ടിട്ടില്ല, അവൾ ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് ധരിച്ചിട്ടുണ്ട് എന്ന് അവൻ അറിയുന്നത്. മുമ്പ് സുയികയെ മീറ്റ് ചെയ്തപ്പോൾ അവനൊരു ബോക്സ് ഇക്ഷ്യാവോയ്ക്ക് സമ്മാനിച്ചിരുന്നല്ലോ. അതിൽ ഈ പ്രൊട്ടക്ഷൻ ഡ്രസ്സാണ് ഉണ്ടായിരുന്നത്. അവളിങ്ങനെ ഇത്ര കരുതലോടെ വന്നതിൻ്റെ അർത്ഥം അവൾക്ക് ഓർമ്മകൾ പൂർണ്ണമായും തിരികെ കിട്ടി അവളെ കൊല്ലാൻ ശ്രമിച്ചത് തങ്ങളാണ് എന്ന് അവൾ അറിഞ്ഞത് തന്നെയാണല്ലോ. അതുകൊണ്ട് വീറാൻ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. പിന്നെ അവളൊന്നും മറച്ചു വയ്ക്കുന്നില്ല. അവനെ അറ്റാക്ക് ചെയ്തിട്ട് ഞാൻ കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ട കുറ്റത്തിനാണ് ഷാജിൻഷിയെ കൊല്ലാൻ ഒരുങ്ങിയത്. അതിന് മാത്രം പ്രാധാന്യം നൽകാൻ അന്ന് അവൻ മീറ്റ് ചെയ്ത ആ കച്ചവടക്കാരൻ ആരാണ്? നിങ്ങളുടെ ശരിക്കുള്ള പ്ലാൻ എന്താണ് എന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവൻ അതിനൊന്നും മറുപടി പറയാൻ തയ്യാറാവാതെ അവളെ തട്ടി മാറ്റിയിട്ട് വീണ്ടും അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു.
ഇത്തവണ അവൻ വീണ്ടും വാൾ കൊണ്ട് അവളെ നന്നായി കുത്തുന്നുണ്ട്. ഈ കുത്ത് അവൾക്ക് ശരിക്കും കാര്യമായിട്ട് ഏൽക്കുകയും ചെയ്യുന്നു. താഴെ വീണ അവളെ കൊല്ലാനായി അവൻ അടുത്ത് നിന്ന് വാൾ വാങ്ങുന്നുണ്ട്. പക്ഷേ അവൾ അതിനെ തടുത്തു നിൽക്കുന്നു. പിന്നെയും അവർ വീണ്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ചെറുപ്പത്തിൽ ജീവിതത്തിലും മരണത്തിലും എല്ലാം തങ്ങൾ 3 പേരും ഒരുമിച്ചായിരിക്കും എന്ന പ്രതിജ്ഞ എടുത്തതൊക്കെ ഇക്ഷി അവളുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. ഇത്തവണ ഫൈറ്റിൽ അവൾ വേറാനെ കീഴ്പ്പെടുത്തി കൊല്ലാൻ ഒരുങ്ങുന്നുണ്ട്. പക്ഷെ അവസാന നിമിഷം അവൾക്ക് അതിന് മനസ്സ് വരുന്നില്ല. എത്രയൊക്കെ ആയാലും സ്വന്തം സഹോദരനെ പോലെ കണ്ട ആളല്ലേ. അതുകൊണ്ട് അവൾ എഴുന്നേറ്റ് മാറിയിട്ട് അവനോട് പോയിക്കൊള്ളാൻ പറയുന്നു. അവൻ പോവാനായി എഴുന്നേറ്റപ്പോഴേക്കും അവൾ നിന്നെ വിടാൻ തയ്യാറായെങ്കിലും നിന്നെ ഞാൻ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുയികെ അങ്ങോട്ടേക്ക് എത്തുന്നു. മറുവശത്തോടി യുൻഫാങ്ങും അങ്ങോട്ടേക്ക് എത്തുന്നു. അങ്ങനെ വേറാൻ അവരുടെ പിടിയിലാവുന്നുണ്ട്. ഷുഗയും ഫുയുവും ഷാജിങ്ഷിയെ ഫോളോ ചെയ്തെങ്കിലും ഇടയ്ക്ക് വെച്ച് അവർക്ക് അവനെ മിസ്സാവുന്നുണ്ട്. ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ വെച്ചാണ് ഷുഗയ്ക്ക് അവനെ മിസ്സാവുന്നത്. അതിൻ്റെ പിന്നിൽ കൂടി ഒരു വാതിലുണ്ട് എന്ന് പിന്നെ ചെക്ക് ചെയ്തപ്പോഴാണ് ഷുഗയ്ക്ക് മനസ്സിലാവുന്നത്. ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ പുറകിൽ വാതിലുള്ള റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട് എന്ന് കൃത്യമായി അവന് ആരോ പറഞ്ഞു കൊടുത്തിട്ടാണല്ലോ അന്യനാട്ടുകാരനായ അവൻ അതറിയാവുന്നത്. എന്തായാലും ആ ഹെൽപ്പ് ചെയ്യുന്ന ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പോൾ പക്ഷേ തൽക്കാലം അതിന് പുറകെ പോകണ്ട. വേറാൻ കസ്റ്റഡിയിലായിട്ടുണ്ട്. അതുകൊണ്ട് അവനെ ചോദ്യം ചെയ്ത് എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്ന് കണ്ടെത്താൻ ശ്രമിക്കാൻ സുയികെ ബാക്കിയുള്ളവരോട് പറയുന്നു. ഷാജിങ്ഷി ഈ സമയം ഒരു സീക്രട്ട് പ്ലേസിൽ വെച്ച് ആ മാസ്ക് മാനുമായി മീറ്റ് ചെയ്യുന്നുണ്ട്. ഇക്ഷിയാവോയെ കൊല്ലുന്നതിനെക്കുറിച്ചാണ് അയാൾ പ്രധാനമായിട്ടും അവനോട് സംസാരിക്കുന്നത്. അവൾക്ക് ഇപ്പോൾ ഓർമ്മകളില്ലെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും അവളുടെ ഓർമ്മകൾ തിരികെ കിട്ടാം. അങ്ങനെ തിരികെ കിട്ടിക്കഴിഞ്ഞാൽ തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടും. അതാണ് അയാളുടെ പ്രധാന പ്രശ്നം. അതുകൊണ്ട് അവളെ കൊന്നേ പറ്റുള്ളൂ എന്ന് അയാൾ പറയുന്നു. പക്ഷെ ഒരു തവണ അവളെ താൻ കൊല്ലാൻ ശ്രമിച്ചു. ഇനി അത് പറ്റില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ രാജ്യത്തേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. അവിടെ ചെന്ന ശേഷം അവൾക്ക് ഓർമ്മകൾ തിരികെ കിട്ടിയാലും അയാൾക്ക് ദോഷം വരാത്ത രീതിയിൽ താൻ ഹാൻഡിൽ ചെയ്തോളാം. അല്ലെങ്കിലും അയാൾ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി തുടങ്ങുമ്പോൾ തന്നെ അയാളുടെ ഐഡൻറ്റിറ്റിയെ പറ്റിയൊക്കെ എല്ലാവരും അറിയും. പിന്നെ അത് മറച്ചു വെക്കേണ്ട ഒരു ആവശ്യവുമില്ലല്ലോ എന്ന് ഷാജിൻഷി പറയുന്നു. ഇപ്പോൾ തൽക്കാലം വിവാഹം മുമ്പ് തീരുമാനിച്ചതുപോലെ തന്നെ നടക്കട്ടെ. അത് കഴിഞ്ഞ് അവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കാമെന്ന് ആ മാസ്ക് ധരിച്ചയാൾ പറയുന്നുണ്ട്. പിന്നെ ഇക്ഷിയാവോയെ കൊല്ലാൻ ശ്രമിച്ച വേറാൻ ഇപ്പോൾ സൂയികയുടെ പിടിയിലായിരിക്കുന്നതും അവൻ പറയുന്നു. ഷാജിൻഷി വേറാനെ രക്ഷിക്കാൻ ശ്രമിക്കരുത്. കാരണം അങ്ങനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന കൂട്ടത്തിൽ അവൻ ട്രാപ്പിലായി കഴിഞ്ഞാൽ പിന്നെ അവനെ രക്ഷപ്പെടുത്താൻ തനിക്ക് പോലും പറ്റില്ല എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടാണ് അയാൾ പോകുന്നത്. ഇക്ഷിയാവോ സൂയികയുടെ സ്ഥലത്ത് വന്നിരുന്ന് കുറേ അധികം വൈൻ കഴിക്കുന്നുണ്ട്. അത്ര വിഷമത്തിലായിരുന്നു അവൾ. അത് കണ്ടുകൊണ്ടാണ് സൂയിക അങ്ങോട്ടേക്ക് വരുന്നത്. വേറാനെ അവൾ വിട്ടയക്കാൻ തുടങ്ങിയപ്പോഴാണല്ലോ അവൻ പിടികൂടിയത്. ആ കാര്യം പറഞ്ഞ് അവൾ അവനുമായി വഴക്കുണ്ടാക്കുന്നു. അവനെ സ്വതന്ത്രമാക്കണമെന്നാണ് അവൾ മെയിനായിട്ട് ആവശ്യപ്പെടുന്നത്. പിന്നെ വേറാനെ നേരിട്ട് ചോദ്യം ചെയ്യാൻ അവൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവനെ എവിടെയാണ് താമസിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് അവൾ അവിടെയുള്ള തടവറയിലേക്ക് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും സൂയിക അവളെ തടയുന്നു. തൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് അവന് മനസ്സിലാവാത്തതുകൊണ്ടാണ് അവനിങ്ങനെ ചെയ്യുന്നത്. വേറാൻ്റെ സ്ഥാനത്ത് അവൻ്റെ സഹായികളായിട്ടുള്ള ഫുയോ യുൻഫാങ്ങോ വല്ല ആയിരുന്നെങ്കിൽ അവന് ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഞങ്ങൾ ജീവിതകാലം മുഴുവൻ സഹോദരങ്ങളായിട്ടിരുന്നോളാം, ജീവിതത്തിലും മരണത്തിലും ഒരുമിച്ചേ പോവുകയുള്ളൂ എന്നൊക്കെ പ്രതിജ്ഞ എടുത്തിട്ടുള്ളവരാണ്. രക്തബന്ധത്തേക്കാൾ കൂടുതൽ ശക്തമായിരുന്നു ഞങ്ങളുടെ ബന്ധം. എന്നിട്ടും അവൻ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുകയുള്ളൂ. നേരിട്ട് എനിക്ക് അവനോട് ചോദിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവൾ വീണ്ടും അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുകയും അവിടെ ഉണ്ടായിരുന്ന വൈൻ വീണ്ടും എടുത്ത് കുടിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സൂയിക അപ്പോഴും അവളെ തടയുന്നു. നീ ചോദിച്ചാലും അവൻ സത്യമൊന്നും പറയാൻ പോകുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ പഴയതുപോലെയല്ല. അവനിപ്പോൾ കള്ളം മാത്രം പറയുന്ന, നിന്നെ അപകടപ്പെടുത്തണമെന്ന് മാത്രം വിചാരിക്കുന്ന നിന്റെ ശത്രുവാണ്. നിന്റെ രീതിയിലും മാറ്റം വന്നിരിക്കുന്നു. ഇതൊന്നും സംഭവിച്ചത് നിന്റെ കുഴപ്പം കൊണ്ടല്ല. ഒന്നോർത്താൽ നീ ഭാഗ്യവതിയാണ്. നിന്നെ വേദനിപ്പിക്കാൻ ശ്രമിച്ചവരെയെല്ലാം നീ മറന്നുപോയല്ലോ. അത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ ഈ ഓർമ്മകൾ നഷ്ടപ്പെട്ട കാര്യമൊക്കെ ഭാഗ്യമാണെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ നീ എന്നെ സമാധാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിലും നീ ആളുകളെ സമാധാനിപ്പിക്കുന്ന രീതി വളരെ ക്രൂരമാണ് എന്ന് പറഞ്ഞിട്ട് ഇക്ഷിയാവോ വിഷമത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട്. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഞാൻ ഏറ്റവും കൂടുതൽ പരിഗണന നൽകാൻ പോകുന്നത് നിനക്കായിരിക്കും. നിന്നെ ആരും വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്നൊക്കെ സൂയിക അവൾ പോകുന്നിടത്തേക്ക് നോക്കി നിന്നുകൊണ്ട് പറയുന്നുണ്ട്. വേറാനെ അവിടെയുള്ളൊരു തടവറയിൽ തന്നെയായിരുന്നു താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. യുൻഫാങ് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഈ വിവാഹ അലയൻസ് ഇങ്ങനെ നടക്കാൻ പോകുന്ന സമയത്ത് ജീഷുവിൽ നിന്നുള്ള തന്നെ ഇങ്ങനെ തടവിലാക്കിയിരിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർക്ക് പേടിയില്ലേ എന്ന് വേറാൻ അവനോട് ചോദിക്കുന്നു. ഇതിനു മുമ്പ് അവൻ്റെ ആൾക്കാർ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയ സമയത്ത് ഷിപ്പിനുള്ളിൽ വെച്ച് സൂയികയെ കൊല്ലാൻ ശ്രമിച്ചല്ലോ. അതിനൊന്നും ഇതുവരെ തങ്ങൾ കണക്ക് ചോദിച്ചിട്ടില്ല. ആ പ്രശ്നങ്ങളൊക്കെ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ആരും മൈൻഡ് ചെയ്യാൻ പോലും പോകുന്നില്ല. എന്തായാലും നിന്നെ ഒരു വിചാരണയ്ക്ക് കൊണ്ടുപോകാനോ നിന്നെ ഇങ്ങനെ തടവിലാക്കിയിരിക്കുന്ന കാര്യം പുറത്ത് റിപ്പോർട്ട് ചെയ്യാനോ സൂയികയ്ക്ക് യാതൊരു ഉദ്ദേശവുമില്ല. അതുകൊണ്ട് അക്കാര്യത്തെക്കുറിച്ചൊട്ട് നീ വിഷമിക്കേണ്ട എന്ന് ഫുയോമിനോട് പറയുന്നു. ആ ഷിപ്പ് ഇവർക്ക് ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്ത ആരാണ് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെ ചെയ്താലും തൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടിയും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് വേറാൻ മൗനം പാലിക്കുന്നു. അല്ലെങ്കിൽ നിൻ്റെ അടുത്ത് നിന്ന് ഒന്നും കിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്തായാലും സൂയിക അതിനുള്ള വഴി കണ്ടെത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് തിരികെ സൂയികയുടെ അടുത്തെത്തി ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു.
ഷിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ്റെ റിയാക്ഷൻ കണ്ടിട്ട് അവൻ തന്നെയാണ് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതെന്ന് ഉറപ്പായിരിക്കണമെന്നും അവൻ പറയുന്നു. വീറാൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല താൻ അവനെ ഇവിടെ തടവിലാക്കിയിരിക്കുന്നത്. അവൻ ഒന്നും പറഞ്ഞില്ലെങ്കിലും വേറെ പലരുടെയും കയ്യിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങൾ ചിലപ്പോൾ കിട്ടിയേക്കുമെന്ന് സുഗെ പറയുന്നുണ്ട്. നിങ്ഫയുടെ കാര്യമായിരുന്നു അവൻ ഉദ്ദേശിച്ചത്. അവൻ പ്രതീക്ഷിച്ച പോലെ തന്നെ അടുത്ത ദിവസം നിങ്ഫയെ വിവരം അറിഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരെയും അന്വേഷിച്ച് അവിടെ എത്തുന്നു. വീറാൻ ഇക്ഷ്യാവോയെ കൊല്ലാൻ ശ്രമിച്ചതുകൊണ്ട് താൻ അവനെ പിടികൂടി തടവിലാക്കിയിരിക്കുകയാണ് എന്ന് സുഗെ അവനോട് പറഞ്ഞെങ്കിലും നിങ്ഫെ അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. വീറാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് അവൻ പറയുന്നത്. സുഗെ തൻ്റെ കൈവശമുണ്ടായിരുന്ന അവരുടെ ഒരു ടോക്കൺ എടുത്ത് കാണിച്ചിട്ട് ഈ ടോക്കൺ അവന് പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്നു. അത് അവിടുത്തെ അണ്ടർ കവർ ഏജൻസിൻ്റെ ആ ടോക്കൺ ആയിരുന്നു. അന്ന് ഇക്ഷ്യാവോ കൊക്കയിലേക്ക് വീണ സ്ഥലത്ത് കണ്ട ഡെഡ് ബോഡികളിൽ നിന്ന് കണ്ടെത്തിയതായിരുന്നു ആ ടോക്കൺ. അന്ന് അവളെ ആക്രമിക്കാൻ ശ്രമിച്ചവരാണ് അവർ. ഈ അണ്ടർ കവർ ഏജൻസിന് ഓർഡർ നൽകാൻ കഴിയുന്നത് ആർക്കൊക്കെയാണ് എന്ന് എന്നെക്കാൾ നന്നായി നിനക്കറിയാമല്ലോ. അത് മാത്രമല്ല, ഇക്ഷ്യാവോയെ ഞാൻ അന്ന് ഷുയേങ്ങിൻ്റെ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്ന വഴിക്ക് മുഴുവൻ ഈ അണ്ടർ കവർ ഏജൻസി ഞങ്ങളെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ഒരു തരത്തിലും ഇക്ഷ്യാവോയെ കൊല്ലാൻ അവർക്കൊരു ചാൻസ് കിട്ടാഞ്ഞിട്ട ആ കുട്ടികളിൽ ഒരാളെ തട്ടിക്കൊണ്ടുപോയി ഷിപ്പിനുള്ളിൽ വെച്ചൊരു ആക്രമണം നടത്തി അവർ ഇക്ഷ്യാവോയെ അവരുടെ മുന്നിലെത്തിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ഇതൊക്കെ ചെയ്യിച്ചത് ആരാണെന്ന് നിനക്ക് തന്നെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സുഗെ ഇതുവരെ ഉണ്ടായ കാര്യങ്ങളൊക്കെ നിങ്ഫെയോട് പറയുന്നു. പക്ഷെ അപ്പോഴും വീറാനോ ഷാജിൻഷിയോ ആണ് ഇതിന് പിന്നിലെന്ന് വിശ്വസിക്കാൻ അവൻ തയ്യാറാവുന്നില്ല. നിനക്ക് സംശയമുണ്ടെങ്കിൽ ഇക്ഷ്യാവോയോട് തന്നെ നേരിട്ട് ചോദിച്ച് ബോധ്യപ്പെട്ടോളാൻ പറഞ്ഞ് സുഗെ അവനെ ഇക്ഷ്യാവോയുടെ അടുത്തേക്ക് അയക്കുന്നു. അവൻ അകത്തേക്ക് ചെല്ലുമ്പോൾ ഇക്ഷ്യാവോ അമ്പും വില്ലുമൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. ഇവനെ കണ്ടിട്ടും ആദ്യം അവൾ നിൽക്കുന്നില്ല. അവസാനം അവൻ അവളെ ബലമായി പിടിച്ചു നിർത്തിയിട്ട് സുഗെ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതൊക്കെ കള്ളമല്ലേ? നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവൻ കള്ളം പറയുന്നതല്ലേ? നീ എന്നോടൊപ്പം തിരികെ വാ, നമുക്ക് ഷാജിൻഷിയുടെ അടുത്തേക്ക് പോവാം എന്നൊക്കെ നിങ്ഫെ പറയുന്നുണ്ട്. പക്ഷേ ഇക്ഷ്യാവോ അവനോട് ഒട്ടും സ്നേഹം കാണിക്കുന്നില്ല. മാത്രമല്ല, നിനക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പോയിക്കൊള്ളാനും പറഞ്ഞിട്ട് അവൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോഴും നിങ്ഫയ്ക്ക് ഇതൊന്നും വിശ്വാസമാവുന്നില്ല. നീ ഇതൊന്നും വിശ്വസിക്കരുത്, എല്ലാം കള്ളത്തരങ്ങളായിരിക്കും. ഞാൻ എന്തായാലും പോയി സത്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. ജീഷുവിൽ നിന്നുള്ള വിവാഹ സമ്മാനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അതിൻ്റെ ലിസ്റ്റൊക്കെ അവിടെ നിന്ന് വന്ന ആൾ രാജാവിൻ്റെ മുന്നിൽ എത്തിക്കുന്നുണ്ട്. രാജാവ് അതൊക്കെ നോക്കിയിട്ട് അവരുടെ രാജാവിൻ്റെ വിവാഹത്തിന് സമ്മതമാണോ എന്ന് ചോദിക്കുന്നു. ഷാജിൻഷി ഇവിടെ വിവാഹം കഴിച്ച് നിൽക്കുന്നതിൽ ഒരു പരാതിയുമില്ല എന്നയാൾ അറിയിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധമൊന്നും ഉണ്ടാവില്ല, സമാധാനത്തെ തന്നെ മുന്നോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞ് രാജാവ് വിവാഹത്തിനുള്ള ഒരു ഡേറ്റ് തീരുമാനിച്ച് അവരെ അറിയിക്കുന്നു. ഇനി 10 ദിവസം കൂടിയേ വിവാഹത്തിന് ബാക്കിയുള്ളൂ. അവർക്കും അത് സമ്മതമാണ്. അങ്ങനെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണല്ലോ പ്രിൻസസ്സൊക്കെ ഇക്കാര്യം അറിയുന്നത്. ഇതറിഞ്ഞതും അവൾ സുഗയെ കാണാനായി വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവനിങ്ങനെ നിർബന്ധപൂർവ്വം ഷാജിൻഷിയെ അവിടെ സ്റ്റേ ചെയ്യിക്കുന്ന വിധത്തിൽ വിവാഹം അറേഞ്ച് ചെയ്തതിന് അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. ഇനി ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടതല്ലേ? ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നാളെ ഞാൻ അവനെ എങ്ങനെ ഫേസ് ചെയ്യും? ചേട്ടൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തത് വളരെ മോശമായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് സുഗയെ വളരെ വിമർശിക്കുന്ന രീതിയിലാണ് അവൾ ഓരോന്ന് പറയുന്നത്. അവനിത് കേട്ട് ശരിക്കും വിഷമമാവുന്നുണ്ട്. പക്ഷെ അവൾ അത് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവൻ തന്നെ വല്ലാതെ നിരാശപ്പെടുത്തി എത്രയും പെട്ടെന്ന് ഈ തീരുമാനം പിൻവലിപ്പിക്കാൻ വേണ്ടി വേണ്ടത് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. വിവാഹ തീയതിയൊക്കെ അനൗൺസ് ചെയ്തതോടെ ഇനി ഷാജിൻഷി താമസിക്കാൻ പോകുന്നത് അവിടെ കൊട്ടാരത്തിനുള്ളിൽ തന്നെയുള്ള ഒരു ചെറിയ കൊട്ടാരത്തിലാണ്. അവിടേക്ക് അവൻ എത്തിയപ്പോഴേക്കും രാജാവ് അയച്ച കുറച്ച് ഇമ്പീരിയൽ ഗാർഡ്സ് അവിടെ എത്തുന്നുണ്ട്. അവൻ്റെയും പ്രിൻസസിൻ്റെയും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇത്രയധികം കാവൽ ഏർപ്പെട്ടിരിക്കുന്നതെന്നൊക്കെ ഷെന്നു അവനോട് പറയുന്നുണ്ടെങ്കിലും താൻ രക്ഷപ്പെട്ട് പോവാതിരിക്കാനുള്ള മുൻകരുതലാണ് എന്ന് ഷാജിൻഷിക്ക് മനസ്സിലാവുന്നുണ്ട്. അവൻ അതുകൊണ്ട് ആകെ അസ്വസ്ഥനാണ്. അവൻ്റെ ആ അസ്വസ്ഥത മനസ്സിലാക്കിയിട്ട് വിവാഹം ഇപ്പോൾ തീരുമാനിച്ച രീതിയിൽ നടന്നാലും അത് കഴിയുമ്പോൾ കാര്യങ്ങൾ ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രൈം മിനിസ്റ്റർ അറിയിച്ചിട്ടുണ്ടെന്ന് ഷെന്നു അവനോട് പറയുന്നു. സുഗെ തിരികെ കൊട്ടാരത്തിലെത്തിയിട്ടും പ്രിൻസസ് പറഞ്ഞ കാര്യങ്ങളായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത് അവനെ വല്ലാതെ വിഷമിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചാകെ ടെൻഷനാവുന്നുണ്ട്. ഈ സമയത്താണ് ഷുഗ അങ്ങോട്ടേക്ക് എത്തിയിട്ട് ഷാജിൻഷി കൊട്ടാരത്തിലേക്ക് താമസം മാറ്റിയ വിവരങ്ങളൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് ഇക്ഷ്യാവോയെ കൊല്ലാൻ ശ്രമിച്ച ആളിനെ പറ്റി അന്വേഷിച്ചിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് അവൻ ചോദിക്കുന്നത്. അയാളുടെ ഐഡന്റിറ്റിയൊക്കെ മനസ്സിലായ വിവരം ഷുഗയെ പറഞ്ഞപ്പോൾ രാജ്ഞിയുടെ ഓർഡർ അനുസരിച്ചായിരിക്കണം അയാൾ കൊല്ലാൻ വന്നതെന്ന് സുഗയ്ക്ക് മനസ്സിലാവുന്നു. കാരണം അയാളുടെ ഫാമിലിക്ക് മുമ്പ് രാജ്ഞിയുടെ കുടുംബത്തിൽ നിന്ന് സഹായങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. രാജ്ഞിയുടെ അങ്ങനെ ബന്ധുവാണെന്നൊക്കെ അവന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടായിരിക്കുമോ രാജ്ഞി ഇങ്ങനെ ഒരു നീക്കം നടത്തിയെന്ന് ഷുഗ ചോദിക്കുന്നുണ്ടെങ്കിലും തൽക്കാലം അതിനെക്കുറിച്ച് അറിയാനൊന്നും വഴിയില്ല. എന്തായാലും അയാളെ എത്രയും പെട്ടെന്ന് പിടികൂടണം. പിടികൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അയാളോട് തന്നെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ എന്ന് അവൻ പറയുന്നുണ്ട്. സത്യത്തിൽ രാജ്ഞി ഇങ്ങനെയൊക്കെ ചെയ്തതിനെ പറ്റി പ്രൈം മിനിസ്റ്റർ ഇപ്പോഴാണ് അറിയുന്നത്. അറിഞ്ഞപ്പോൾ അയാൾ അവളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അവർ ഇങ്ങനെ ചെയ്യുന്നത് തൻ്റെ തലയിൽ തന്നെ വന്ന് വീഴാനേ സാധ്യതയുള്ളൂ. സുഗ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആലോചിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്തത് മണ്ടത്തരമായി പോയി എന്നൊക്കെ പറഞ്ഞ് പ്രൈം മിനിസ്റ്റർ അവരെ കുറ്റപ്പെടുത്തുന്നു. ഇക്ഷ്യാവോയും ഷാജിൻഷിയും ജീവൻ മരണ പോരാട്ടങ്ങളിലൂടെ കടന്നു വന്നവരാണ്. അതുകൊണ്ട് അവർ പരസ്പരം ഇഷ്ടപ്പെട്ടു പോയിരിക്കാൻ സാധ്യതയുണ്ട്.
ഭാവിയിൽ ഷിയാങ്ങിന് അവളൊരു തടസ്സമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇവിടെ ഉള്ളപ്പോൾ തന്നെ കൊല്ലാമെന്ന് താൻ തീരുമാനിച്ചത് എന്നൊക്കെ രാജ്ഞി അയാളോട് പറയുന്നു. ഭാവിയിൽ എന്തായാലും ഷാജിൻ ഷീ വേറെ കോൺക്യൂബിന്മാരെയൊക്കെ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞ് പ്രൈം മിനിസ്റ്റർ അപ്പോഴും അവരെ കുറ്റപ്പെടുത്തുകയാണ്. എന്തായാലും തൽക്കാലം അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട എന്നും പറയുന്നു.